ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞങ്ങൾ മാളക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി 2 ദിവസമായി നിൽക്കുന്നുണ്ട്. ഉമ്മിച്ചി അവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെല്ലാൻ പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോൾ ഈ മഴ കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാടെ കൂട്ടുകാരൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാട് പറഞ്ഞാൽ നാളെ വൈകുന്നേരം ഞാൻ കൊണ്ടുപോകാം, വണ്ടി എടുക്കാമെന്നൊക്കെ പറഞ്ഞങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് മാളക്ക് പോകാണ്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോയിട്ട്. ഞാനാണ് വീട്ടിലിടക്ക് പോവും, പിള്ളേരെ 2 വീലറിന് പോയിട്ട് പിള്ളേരെയും കൊണ്ട് ഞാൻ പോവും, നിൽക്കും, പോരും. ഇക്കാക അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാകയും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് പോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ എയർപോർട്ട് എത്താറായപ്പോഴേക്കും മക്കൾക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചായയും പൊടിമോന് പഫ്സും അവൾക്ക് പഴംപൊരിയും, ഇക്കാക ഒരു പഴംപൊരി കഴിച്ച് ഞാനൊരു പരിപ്പുവടയും കഴിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ വീടെത്തിയിട്ട്. മഴയായതുകൊണ്ട് പതുക്കെയാണ് പോയത്. പിന്നെ വീടെത്തി കഴിഞ്ഞപ്പോഴേക്കും ഉമ്മിച്ചവിടെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായി, ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പത്തിരി പോയപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പോയിട്ടാണ്. അങ്ങനെ പത്തിരിയും ഇറച്ചിക്കറിയും ചിക്കൻ പൊരിക്കാനായിട്ട് ഉമ്മിച്ചി അവിടെ മാരിനേറ്റ് ചെയ്തിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിക്കാൻ പറഞ്ഞ എൻ്റെ അടുത്ത്. അപ്പോഴത്തേക്കും ഉമ്മിച്ചി പോയി നിസ്കരിച്ചിട്ട് പറ്റിയെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ ആക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചായ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് ഉമ്മിച്ചി അത്രേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആങ്ങളെയും വൈഫൊക്കെ അവളുടെ വീട്ടിൽ പോയിക്കണായിരുന്നു. പിന്നെ അവർ വന്നപ്പോൾ കുറച്ച് വൈകി, അവർ 8:30 കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വന്നത്. അങ്ങനെ ഓരോ പണികളൊക്കെ തീർത്ത് ചിക്കനൊക്കെ പൊരിച്ച് എല്ലാം റെഡിയായി. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാപ്പച്ചി കൊണ്ട് വരട്ടെ, വാപ്പച്ചി വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാപ്പച്ചിനെ വെയിറ്റ് ചെയ്ത് നിന്നാണ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് മാറ്റി ചായ തിളപ്പിച്ച് ഒക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടോ. എൻ്റെ കെട്ടിയോനും പിള്ളേർക്കൊക്കെ ഭക്ഷണം പത്തിരി, അതായത് ഈ നമ്മുടെ എന്താ പറയുക, നാസ്ത കഴിക്കുന്ന സമയത്ത് പത്തിരി, പൊറോട്ട അല്ലെങ്കിൽ പൊട്ട്, അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ അവർക്ക് ചായ നിർബന്ധമായിട്ടും വേണം കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് കുറച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊക്കെ കൊണ്ടുപോയി ടേബിളിലെല്ലാം കൊണ്ടുപോയി വെച്ച് അപ്പോഴത്തേക്കും വാപ്പച്ചിയും വന്നിട്ടാണ്. അങ്ങനെ അവർ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് പിന്നെ ഉമ്മിച്ചി അവിടെ നിന്നിട്ട് വിളമ്പി കൊടുത്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പത്തിരി ഒന്നും കഴിച്ചില്ല കേട്ടോ. ചോറും ഉമ്മിച്ചി ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാന്തളി ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടി ഒരു പപ്പടവും കൂട്ടി ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത്. ഞാൻ പോണേൻ്റെ തലേന്ന് ഉമ്മിച്ചി എടുത്ത് പറയും അത് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉമ്മിച്ചി അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ അതേ ഞങ്ങൾ ഇറങ്ങുവാണ് വീട്ടിൽ നിന്ന്. അങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം നിൽക്കുള്ളൂ വീട്ടിൽ പോയി, അതിനുള്ള സമയമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വേഗം പോയിട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോരാനിട്ട്. അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ മറ്റുള്ളവർക്ക്